പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോ പറയുന്നത് വാട്സപ്പിലെ നമ്മളാരും ശ്രദ്ധിക്കപ്പെടാത്ത, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചാലും അത് ചെയ്യാത്ത ഒരു ചെറിയ ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ്. ഇത് ഇപ്പോഴുള്ള അപ്ഡേറ്റ് അല്ല, ഇത് മുമ്പുള്ള അപ്ഡേറ്റ് ആണ്. പക്ഷെ ഇത് വീഡിയോ ചെയ്യാൻ എനിക്കൊരു കാരണമുണ്ട്. ഇത് ആരും സാധാരണ ചെയ്യാറില്ല, അത് എനിക്കറിയാമെന്നുള്ളതിന്റെ പേരിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോക്ക് ലൈക്ക് തരിക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമുക്ക് ആ അപ്ഡേഷൻ എന്താണെന്ന് നോക്കാം, വീഡിയോയിലേക്ക് പോകാം. അതിനായി ഞാനിപ്പോൾ എൻ്റെ മറ്റൊരു ഫോണിലെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഞാൻ എൻ്റെ തന്നെ മറ്റൊരു നമ്പറിലേക്ക് ഞാൻ ഒരു പിക്ചർ സെൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് വരും. ഇത്തരം കാര്യങ്ങൾ നമുക്ക് നേരത്തെ അപ്ഡേഷനിൽ ഉണ്ടായിരുന്നതാണ്. നമുക്കിതിൽ ക്രോപ്പ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളും സിമ്പലുകൾ കൊടുക്കാനും സിഗ്നലുകൾ കൊടുക്കാനുള്ള ഓപ്ഷനാണ്, ടെക്സ്റ്റുകളൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇതിൽ ഉയരെ കൊടുത്തിരിക്കുന്നത്. ഈ ടോപ്പിൽ കാണുന്നത് ഇതിൽ ഇമോജി നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക, നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിന്റെ ഈ കോപ്പി ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പോയിട്ട് ഒരുപാട് സ്റ്റിക്കറുകൾ താഴോട്ട് വന്നിരിക്കുന്നത് നമുക്ക് കാണാം. നമ്മുടെ ഫോണിലുള്ള സ്റ്റിക്കറുകൾ, നമ്മുടെ ഫോണിൽ സ്റ്റിക്കർ ഉണ്ടായിരിക്കണം. ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പിക്ചറിന്റെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിക്കർ കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇതിൽ ഞാൻ ഒരു സ്റ്റിക്കർ കൂടെ അതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇതിപ്പോ എന്റെ ഫോട്ടോ വെച്ചുള്ള ഒരു സ്റ്റിക്കർ ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നമുക്ക് എവിടെ വേണോ കൊണ്ടുവന്ന് വെക്കാം. ടെക്സ്റ്റോട് ഉൾപ്പെടെ വേണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റോട് ഉൾപ്പെടെ വയ്ക്കാം. ഇത് ഈ രീതിയിൽ നമുക്ക് ഇതുപോലെ വയ്ക്കാവുന്നതാണ്. അതാണ് ഇതിന്റെ ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ ഇതാരും ചെയ്ത് കാണുന്നത് നമുക്ക് കാണാം. ഇത് എനിക്ക് ഒരുപാട് പിക്ചറുകൾ ഗ്രൂപ്പിൽ നിന്നും മറ്റുള്ള കാര്യങ്ങൾക്ക് ഇതെല്ലാം ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് പേഴ്സണലായിട്ടൊക്കെ ഒരുപാട് പിക്ചറുകൾ വരുന്നതാണ്. പക്ഷെ ഇതിലൊന്നും നമുക്ക് സ്റ്റിക്കർ ആഡ് ചെയ്തുള്ള ഒരു പിക്ചർ എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. കാര്യം ഇത് അറിയാമെങ്കിൽ തന്നെ ആരും അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ചിലർക്ക് അറിയില്ല, അറിയാമെന്നുള്ളവർ ഇത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് വേറെയും നമുക്ക് സ്റ്റിക്കറുകൾ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാന്നുള്ളതാണ്. എത്ര സ്റ്റിക്കർ വേണോ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് മറ്റൊരു സ്റ്റിക്കർ കൂടെ കൊടുക്കുകയാണ്. ഇത് ഇങ്ങനെ വെക്കാം. ഇങ്ങനെ നമുക്ക് ഇതുപോലെ നമ്മുടെ ഫ്രണ്ടിന് നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഒരു അപ്ഡേറ്റ്. നമ്മൾ ഇത് നോക്കുക. അത് പോയിട്ട് നമ്മുടേതായിട്ടുള്ള സ്റ്റിക്കർ ഉണ്ടാക്കുന്ന, നമ്മുടെ ഫേസ് വെച്ചുള്ള സ്റ്റിക്കർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് കാണാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.